ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? നിങ്ങൾക്കുമില്ലേ ആഗ്രഹങ്ങൾ? എനിക്കുണ്ടായിരുന്നു എൻ്റെ നടക്കാതെ പോയൊരു സ്വപ്നം, ടു ബിക്കം എ പൈലറ്റ്. പൈലറ്റ് എന്ന സ്വപ്നം ഉള്ളിലേന്തി നടക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ എത്ര പേർക്കറിയാം യൂറോപ്പിൽ CPL അഥവാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിങ് എടുത്ത് കുറഞ്ഞ ചെലവിൽ ഒരു പൈലറ്റ് ആകാമെന്ന്? സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമല്ല, ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും പെർസെൻറ്റേജ് ഓഫ് മാർക്ക് തടസ്സമില്ലാതെ മിനിമം 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായപരിധിയിൽ ഈ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും ഈസ അഥവാ യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയുടെ CPL ലൈസൻസിങ് ഉപയോഗിച്ച് നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിലുള്ള ഏത് രാജ്യത്തും ഫ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനും വേണ്ട പൈലറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് യൂറോപ്പിലാണ്. എനിക്കറിയാലോ യൂറോപ്പിലെ ഓപ്പർച്യൂണിറ്റീസ് ആർ ഹൈ. പിന്നെ മാത്രമല്ല, ഞാനൊരു കാര്യം കാണിച്ചു തരാം നിനക്ക്. കാരണം ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നമുക്ക് പൈലറ്റ് മാത്രമല്ല, ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ആവാൻ പറ്റും, ഫസ്റ്റ് ഓഫീസർ ആവാൻ പറ്റും, എയർ ട്രാഫിക് കൺട്രോളർ, ക്യാപ്റ്റൻ, ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്, എയർ ആംബുലൻസ്, എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് ടെക്നീഷ്യനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിനെല്ലാം ഒരുപാട് സാധ്യതയാണ് യൂറോപ്പിലുള്ളത്. നമുക്ക് CPL മാത്രമല്ല ATP ലൈസൻസ് കിട്ടാനുണ്ട്. അല്ലെങ്കിൽ ഈ CPL ATP എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവം? അതായത് എന്താ വെച്ചാൽ ആദ്യം നമുക്ക് എയറിൽ 40 ഹവേഴ്സ് മുതൽ 65 ഹവേഴ്സ് വരെ ഫ്ലൈ ചെയ്യുമ്പോൾ PPL ആണ് കിട്ടുന്നത്. അതായത് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്. PPL കിട്ടിയ എനിക്ക് ഇൻഡിവിജ്വലി ഫ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് ഞാൻ എന്നാണ് 200 ഹവേഴ്സ് ഫ്ലൈ ചെയ്യുന്നത്, ആ സമയത്ത് എനിക്ക് CPL കിട്ടും, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. അപ്പോൾ എനിക്ക് പാസഞ്ചേഴ്സ് വെച്ച് ഓടിക്കാൻ പറ്റും, എനിക്ക് ഏണിങ്സ് കിട്ടും. ബട്ട് ഒരു കേസ് ഉണ്ട്, നമുക്ക് ATP ലാണ് ഏറ്റവും വലുത്. CPL 200, ഇന്ത്യയിലാണെങ്കിൽ 200 ഹവേഴ്സ് കഴിഞ്ഞ് നമ്മൾ 1500 ഹവേഴ്സ് ഫ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ATP കിട്ടുന്നത്. ATP എന്ന് പറഞ്ഞാൽ എയർലൈൻ ട്രാൻസ്പോർട്ട് ലൈസൻസ്. ഓക്കെ, എന്നാൽ യൂറോപ്പിൽ എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരുമിച്ചിട്ടുണ്ട്. CPL ATP ഒരുമിച്ച്. ഇന്ത്യയിൽ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് മസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊന്നും അവിടെ CPL ATP ഇട്ട് ഇന്ത്യയിൽ വരുമ്പോൾ റെസ്ട്രിക്ഷൻ, നമ്മൾ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യണം, എക്സാം ചെയ്യുന്നുണ്ട്. ഇവൻ നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ അതിൽ എഴുതാൻ പറ്റും. പക്ഷെ എന്തിനാ ഇന്ത്യയിൽ വരുന്നു? നമുക്ക് അത്രയും വലിയ കണ്ടന്റ്, ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ ഇന്ത്യയിൽ വരുന്നു. അപ്പോൾ ഇവിടെ ചെയ്യണമെങ്കിൽ വെറുതെ സമയങ്ങളിലും എല്ലാം കൂടെ നമുക്ക് നല്ല പുറത്തു ചെയ്യണം. I do agree that. എടാ, ഞാൻ നോക്കിയപ്പോഴേ 3 മാസം മുംബൈയിലാണ് ഇതിന്റെ ട്രെയിനിങ് കാര്യങ്ങളും കാണിക്കുന്നത്. ലാംഗ്വേജ് ട്രെയിനിങ്ങും പിന്നെ അതിന്റെ തന്നെ ബാക്കി ട്രെയിനിങ് കാര്യങ്ങളെല്ലാം 3 മാസം കാണിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമേ 3 മാസം ഗ്രൗണ്ട് ട്രെയിനിങ്, ലാംഗ്വേജ് ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോളണ്ടിലേക്ക് ഫ്ലൈ ചെയ്യുന്നത്. പോളണ്ടിലാണ് മെയിനായിട്ട് ഫ്ലൈയിങ് ക്ലാസ്സസ് വരുന്നത്. പിന്നെ പോളണ്ടിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ TRC കിട്ടും, ടെമ്പററി റെസിഡൻസ് കാർഡ് കിട്ടും, അതും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. വേറെ ഏത് വർക്കും Turn your dream into reality to become a pilot.